ഇന്ന് നാം കാണുന്ന യാതൊരു രാജ്യവും യാതൊരു സഭയും തങ്ങളുടെ അധികാര അവകാശങ്ങൾ ക്രിസ്തുവിന് വിട്ടുകൊടുക്കുവാൻ ഒരുങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കും, ഇല്ലേ? അവർ അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് അവർ അത് ചെയ്യുന്നില്ല? 2000 വർഷങ്ങൾക്കപ്പുറം ക്രിസ്തു വന്നപ്പോൾ അവൻ ത്യജിക്കപ്പെട്ടു. ഇന്നും ക്രിസ്തു ത്യജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ രണ്ടാമത്തെ വരവ് ന്യായവിധിക്കായിട്ടല്ലാതെ മറ്റേതെങ്കിലും വഴി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. തനിക്കുള്ളവരെ വിടുവിക്കുവാൻ ഒരേ ഒരു മാർഗവും അതുമാത്രമാകുന്നു. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ അധികം ധൈര്യപ്പെടുന്നു. എന്നാൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന് അരുളി ചെയ്തുകൊണ്ടാകുന്നു ബൈബിൾ അവസാനിക്കുന്നത്. യെശയ്യാ പ്രവചന പുസ്തകം 63 അധ്യായത്തിലൂടെ ഇന്ന് നമുക്ക് കടന്നു പോകാം. ഒരു ജംഗ്ഷനിൽ ആളുകൾ കൂട്ടം കൂടി ആരെയോ ഉപദ്രവിക്കുന്നു. അയാളുടെ വസ്ത്രങ്ങൾ വളരെ അഴുക്ക് പുരണ്ടതായിരുന്നു. ആ ചെളിയിൽ കിടന്നുരുണ്ട എല്ലാ ലക്ഷണവും അയാളുടെ വസ്ത്രത്തിലുണ്ട്. നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ആൾ. ഈ സമയം അതുവഴി വന്ന മാന്യനായ ഒരു മനുഷ്യൻ ഇത് കണ്ട് പെട്ടെന്ന് തൻ്റെ കാർ നിർത്തി അവർക്കിടയിലേക്ക് ഓടിച്ചെന്ന് അവർ അടിക്കുന്ന ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ ഉപദ്രവിക്കരുതേ എന്ന് എല്ലാവരോടുമായി യാചിച്ചു. ആ മാന്യനായ മനുഷ്യനെ തിരിച്ചറിഞ്ഞ നാട്ടുകാർ ആ മദ്യപനെ ഉപദ്രവിക്കുന്നത് നിർത്തി. ആ മാന്യനായ മനുഷ്യൻ്റെ വാക്കിനെ മാനിച്ച് അവർ പിരിഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹം ആ ഉപദ്രവമേറ്റ് അവശനായിരുന്ന വ്യക്തിയോട് സംസാരിക്കുവാൻ തുടങ്ങി. ഈ പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു, സ്വന്തം സഹോദരൻ. പഠിക്കുവാൻ കഴിവും അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന അവൻ പക്ഷേ തന്നിഷ്ടക്കാരനായി. തെറ്റായ കൂട്ടുകെട്ടും ദുർമാർഗങ്ങളും പിന്തുടർന്ന അവൻ ഒടുവിൽ വീട് വിട്ട് ഇറങ്ങി. ഉന്നത നിലയിൽ എത്തിച്ചേരാനുള്ള സാധ്യതകളെ അവൻ ചവിട്ടി ദൂരെ കളഞ്ഞു. തനിക്കും സമൂഹത്തിനും വളരെയേറെ പ്രയോജനം ചെയ്യുവാൻ സാധിക്കുന്നതായ എല്ലാ സാധ്യതകളെയും അവൻ ദൂരെ കളഞ്ഞു. ആ മാന്യനായ മനുഷ്യൻ തൻ്റെ സഹോദരനെ സ്വന്തം വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ വീണ്ടും ശ്രമിച്ചു. പക്ഷേ അവൻ ആവശ്യം വീണ്ടും മദ്യപിക്കുവാനുള്ള പണമായിരുന്നു. അത് ലഭിക്കയില്ലെന്നറിഞ്ഞപ്പോൾ തനിക്കാരുടെയും സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരുണ കാണിച്ച സ്വന്തം സഹോദരനെ തള്ളി മാറ്റിയിട്ട് അവൻ ദൂരേക്ക് പോയി. സ്വാഭാവിക മനുഷ്യൻ്റെ ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. സുഖവും സമൃദ്ധിയും ലഭിക്കുമ്പോൾ സ്വാഭാവിക മനുഷ്യൻ ദൈവത്തെ മറന്ന് തന്നിഷ്ടക്കാരായി ജീവിക്കാൻ തുടങ്ങും. എന്നാൽ അത് അവനെ നാശത്തിലേക്ക് മാത്രമേ നയിക്കൂ. ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ ദൈവം ഇടപെട്ട് നൽകുന്ന വിടുതൽ പോലും പലപ്പോഴും നമ്മെ യഥാർത്ഥ വഴിയിലേക്ക് മടങ്ങാൻ ഇടയാക്കുന്നില്ല എന്ന് വരുന്നത് എത്ര കഷ്ടമാണ്. ഈ സംഭവം എന്നെ ബാധിക്കുന്നതല്ലല്ലോ എന്ന് താങ്കൾക്ക് തോന്നിപ്പോയേക്കാം. എന്നാൽ ബൈബിളിൽ നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് തിരിഞ്ഞ്
ചിന്തിക്കുമ്പോൾ യഥാർത്ഥ വഴിയിൽ നിന്നും, അതെ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നിന്നും മാറിപ്പോയതായി കാണാൻ എന്തെങ്കിലുമുണ്ടോ? ഇന്നത്തെ പഠനത്തിലൂടെ അത് നമുക്കൊന്ന് പരിശോധിക്കാം. യെശയ്യാപ്രവചനം 62 അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു. ക്രിസ്തു വീണ്ടും വരുമ്പോൾ, അതെ, ന്യായാധിപനായി അവൻ വരുമ്പോൾ ന്യായവിധിയുടെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുന്നതും തനിക്ക് സ്വന്തമായവരിൽ തൻ്റെ സ്നേഹവും കരുണയും പ്രദർശിപ്പിക്കുന്നതുമാണ് യെശയ്യാപ്രവചനം 63 അധ്യായത്തിലെ പ്രധാന വിഷയം. ഈ അധ്യായത്തിലെ ആദ്യത്തെ 6 വാക്യങ്ങൾ തീർച്ചയായും മുൻഭാഗത്തിന് വിപരീതമായി തോന്നാനിടയുണ്ട്. ഇത് വാസ്തവത്തിൽ ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ ക്രമത്തിനും യോജിക്കുന്നില്ല എന്ന് തോന്നിയേക്കാം. എന്നാൽ രാജ്യത്തിനു മുൻപേ ന്യായവിധി എന്നതാണ് എല്ലായ്പ്പോഴും ദൈവിക പ്രവർത്തന രീതി എന്ന് നമുക്കറിയാം. രാജ്യം സ്ഥാപിക്കുന്നതിന് മുൻപ് ന്യായവിധി. യെശയ്യാപ്രവചനം 53 അധ്യായത്തിൽ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ നാം അവിടെ കണ്ടത് അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല എന്നത്രേ. എന്നാൽ ഇവിടെ മഹത്വത്തിലും തേജസ്സിലും സൗന്ദര്യത്തിലും നാം കർത്താവിനെ കാണുന്നു. അത് അവൻ്റെ രണ്ടാമത്തെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ പ്രതികാര ദിവസത്തെ കർത്താവിൻ്റെ വീണ്ടും വരവുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തന്നെ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യെശയ്യാപ്രവചനം 61 അധ്യായത്തിൻ്റെ 2ഉം ലൂക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയും ഉള്ള വാക്യങ്ങൾ നാം ഒന്ന് താരതമ്യം ചെയ്ത് പഠിച്ചാൽ ഇത് നമുക്ക് ബോധ്യമാകാവുന്നതാണ്. ഈ അധ്യായത്തിൻ്റെ, അതായത് 63 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ക്രിസ്തുവിൻ്റെ ക്രോധത്തെ മുന്തിരിച്ചക്കിനോട് ഉപമിച്ചിരിക്കുന്നതായി നാം കാണുന്നു. രണ്ടാം ഭാഗത്ത് ക്രിസ്തു തനിക്ക് സ്വന്തമായവരിൽ തൻ്റെ സ്നേഹവും ദയയും പ്രദർശിപ്പിക്കുന്നതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ന്യായവിധിയുടെ മുന്തിരിച്ചക്കിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. 63 അധ്യായത്തിൻ്റെ 1 വാക്യം ഞാനൊന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 63:1. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവൻ ആർ? വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവൻ ആർ? നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. ഏദോമിൽ നിന്നും വരുന്നോനിവൻ ആർ? ഇത് ചോദിക്കുന്നവർ അവൻ്റെ മഹത്വവും സൗന്ദര്യവും കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. അവൻ ഏദോമിൽ നിന്നാണ് വരുന്നത്. കിഴക്ക് നിന്ന് അവൻ്റെ പാദം കിഴക്ക് ഒലിവുമലയിൽ ചവിട്ടുമെന്ന് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏദോം, ബൊസ്ര എന്നിവ ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളാണ്. നാം അവയെ അങ്ങനെ തന്നെ കാണേണ്ടതാണ്. ആത്മീയ ചിന്താഗതി ഇതിനെ വിട്ടുകളയുവാൻ ഇടയാക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏദോം ജഡത്തിൻ്റെ പ്രതീകമാണെന്ന് നമുക്കറിയാമല്ലോ. ഏശാവ്, ഏദോം മുഴുവൻ ആദാമ്യ വംശത്തിൻ്റെയും ജഡത്തെയാണ് അത് കാണിക്കുന്നത്. ഇവിടെ മനുഷ്യൻ്റെ ന്യായവിധിയും നാം കാണുന്നുണ്ട്. 2 വാക്യം, നിൻ്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിൻ്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നതെന്ത്? ആ കാലത്ത് മനുഷ്യൻ മുന്തിരിച്ചാറുണ്ടാക്കാനായി നഗ്നപാദം കൊണ്ട് മുന്തിരിച്ചക്ക് ചവിട്ടണമായിരുന്നു. ചക്കിൽ ചതഞ്ഞ ആ മുന്തിരിങ്ങ ചാറായി തീരുന്ന സമയത്ത് ആ ചുവന്ന രസം അവരുടെ വസ്ത്രങ്ങളിൽ തെറിച്ച് വീണ് കറ ആകുമായിരുന്നു. ഈ ഒരു ചിത്രമാണ് നാം വാസ്തവത്തിൽ ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉയർന്നു വന്നത്. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റെ അതുപോലെ അവൻ്റെ മനോഹര വസ്ത്രത്തിൽ അവനെ ശ്രദ്ധിച്ചവർ രക്തം കാണുന്നു. അവൻ്റെ മറുപടി ശ്രദ്ധിക്കൂ. 3 വാക്യത്തിൽ, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു, എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് അവരുടെ രക്തമാണ്, കർത്താവിൻ്റേതല്ല. ആദികാല സഭാപിതാക്കന്മാരിൽ ചിലർ ഇതിനെ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനോട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിനെ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളോട് ചേർത്ത് ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ തെറ്റുപറ്റിയത്. എന്നാൽ ഈ വ്യാഖ്യാനം തെറ്റാണ്. കാരണം അവൻ്റെ വസ്ത്രത്തിന്മേലുള്ള രക്തം അവൻ്റേതല്ല, അവരുടേതത്രേ, ജാതികളുടേത്. ഇത് പ്രതികാര ദിനത്തെ ചിത്രീകരിക്കുന്നതാണ്.
കർത്താവ് തന്നെ യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എത്ര കൃത്യമാണ്. ഈ കാര്യം അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുമുണ്ട്. ഇത് കർത്താവിൻ്റെ 2-ാം വരവിലെ സന്ദർഭമാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ 1-ാമത്തെ വരവിൽ സ്വന്തം രക്തം ചീന്തി. എന്നാൽ അതല്ല ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവൻ്റെ 1-ാമത്തെ വരവിൽ അവൻ പീഡിപ്പിക്കപ്പെട്ടു, മെതിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ അവനാണ് മെതിക്കുന്നത്. ശ്രദ്ധിച്ചല്ലോ, അത് ന്യായവിധിയുടെ ഒരു ഭയാനകമായ ചിത്രമാണിത്. ന്യായവിധിയുടെ കാരണത്തെക്കുറിച്ചാണ് ഇനിയും നമ്മോട് പറയുന്നത്. 4-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 4-ാം വാക്യം, ഞാൻ ഒരു പ്രതികാര ദിവസം കരുതിയിരുന്നു, എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു. തൻ്റെ വിമുക്തന്മാരെ കഠിനമായി പീഡിപ്പിച്ചവരിൽ നിന്നും എന്നേക്കുമായി രക്ഷിപ്പാൻ അവൻ വന്നിരിക്കുന്നു. ഇത് ഭൂമിയിന്മേലുള്ള അവൻ്റെ ന്യായവിധിയാണ്. പ്രതികാരത്തിന് നാം ഇവിടെ കാണുന്നുണ്ട്. പ്രതികാരത്തിൻ്റെ ദിവസമായി അതിനെ നിർണയിച്ചിരിക്കുന്നു. 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു, ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരും കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി, എൻ്റെ ക്രോധം തന്നെ എനിക്ക് തുണ നിന്നു. ഞാൻ എൻ്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ തകർത്തു, അവരുടെ രക്തത്തെ ഞാൻ നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. കാൽവറിയിലെ ആ ക്രൂശിലൂടെ യേശു ക്രിസ്തു ഏകനായിട്ടായിരുന്നു നമ്മുടെ രക്ഷ സാധ്യമാക്കിയത്. അതുപോലെ ന്യായവിധിയിലും തൻ്റേത് മാത്രമായ പ്രവൃത്തി ആയിരിക്കും ഉണ്ടാകുന്നത്. മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ചുരുങ്ങിയ നാളുകളുടെ അവസാനമായിരിക്കും അത്. ന്യായവിധിക്കായി രാജാവ് ഭൂമിയിൽ വരാൻ പോകുന്നു. അത് ഭയങ്കരമാണ്. അതെനിക്കിഷ്ടമില്ല എന്ന് പറയുന്നവർ കഥയിലെ ഒട്ടകപ്പക്ഷി അപകടം വരുന്നത് കാണുമ്പോൾ തല മണലിൽ പൂഴ്ത്തുന്നു എന്ന് പറയുന്നത് പോലെയാണ്. അവർ ഒരുപക്ഷെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായമോ അതുപോലെയുള്ള വേദഭാഗങ്ങളൊക്കെ വായിച്ച് ആശ്വസിക്കുവാൻ ശ്രമിക്കും. എന്തു തന്നെയായാലും ഈ വാക്യത്തെ നാം അഭിമുഖീകരിക്കാതെ പറ്റില്ല. ഇനിയും കർത്താവ് ഈ ലോകത്തിൽ വരുന്നത് ന്യായവിധി നടത്തുവാനായിരിക്കും. മറ്റൊന്നിനുമല്ല അവൻ വരുന്നത്. മറ്റേതെങ്കിലും വിധത്തിൽ അവൻ വന്ന് രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് താങ്കൾക്ക് ചിന്തിക്കാനാകുമോ? അവൻ ആദ്യം വന്നതുപോലെ ഗലീലയിലെ മനുഷ്യപുത്രനായി, നസറേത്തിലെ തച്ചനായി വീണ്ടും വന്നാൽ അവൻ സ്വർഗത്തിൽ നിന്നും വന്നവൻ എന്ന് ജനം വിശ്വസിക്കുമോ? ലോകം അവനെ അംഗീകരിക്കുമെന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? വ്യക്തിപരമായി ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. എന്തിന്? സഭാ നേതാക്കന്മാർ പോലും തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി ആ സ്ഥാനം യേശുവിന് കൊടുക്കാൻ മടി കാണിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സൂര്യോദയത്തിന് മുൻപേ അവനെ വെടിവെച്ച് കൊല്ലും എന്നത്ര ഞാൻ കരുതുന്നത്. യാതൊരു രാജ്യവും യാതൊരു സഭയും ഇന്ന് തങ്ങളുടെ അധികാര അവകാശ കാര്യങ്ങൾ ക്രിസ്തുവിന് വിട്ടുകൊടുക്കുവാൻ ഒരുങ്ങിയിട്ടില്ല. അവർ അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ക്രിസ്തു ഇഷ്ടപ്പെടുന്നതായിരിക്കണമല്ലോ. അങ്ങനെയല്ലല്ലോ കാണുന്നത്. 2000 വർഷങ്ങൾക്കപ്പുറം അവൻ വന്നപ്പോൾ അവൻ ത്യജിക്കപ്പെട്ടു. ഇന്നും അവൻ ത്യജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ 2-ാമത്തെ വരവ് ന്യായവിധിക്കായിട്ടല്ലാതെ മറ്റേതെങ്കിലും വഴിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതല്ലാതെ തനിക്കുള്ളവരെ വിടുവിക്കുവാൻ മറ്റൊരു മാർഗവുമില്ല എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. മറ്റു ചിലർ ഇങ്ങനെ പറഞ്ഞേക്കാം, ഈ വാക്യം പഴയ നിയമത്തിലല്ലേ? പഴയ നിയമത്തിലെ ദൈവം പ്രതികാരം ചെയ്യുന്നവനാണെന്ന് എല്ലാവർക്കും അറിയാം. അവൻ കോപിക്കുന്നവനാണ്, അവൻ്റെ ക്രോധം വലുതാണ്. ശരി തന്നെ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് അവൻ വരുമ്പോൾ അവൻ സ്നേഹവാനായ ദൈവമല്ലേ എന്നല്ലേ വാദിക്കുന്നത്? അവൻ ഇത്ര കഠിനമായി നമ്മെ ശിക്ഷിക്കുമോ? ഈ നവീകരണവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇന്നത്തെ ലിബറൽസുകളുണ്ടല്ലോ, അവർ വെളിപ്പാട് പുസ്തകം ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം ഇതാണ്: ന്യായവിധി, ശിക്ഷ. വെളിപ്പാട് പുസ്തകത്തിൽ ന്യായവിധിയെക്കുറിച്ചുള്ള വിവരണം നിറഞ്ഞിരിക്കുന്നതിനാലാണ് ആ പുസ്തകം പലരും അവഗണിക്കുന്നത്. ഓർക്കുക, ഇത് പുതിയ നിയമത്തിലുള്ളതാണ് വെളിപ്പാട് പുസ്തകം. ഭൂമിയിൽ നിന്ന് ദുഷ്ടതയും അഭക്തിയും അനീതിയും എല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ ക്രിസ്തു ന്യായാധിപനായി വരുന്നതായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ
പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വളരെ കൃത്യമായി സംസാരിക്കുന്നത് അതത്രേ. ഇതിൻ്റെ ഭാഷ എത്ര ശക്തമായതാണെന്ന് നോക്കുക. ഉടൻ തന്നെ ചിലർ പറഞ്ഞേക്കാം ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി നീതിയല്ല എന്ന്. ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു എന്ന് വ്യക്തമായി ബോധ്യപ്പെടുമ്പോഴും ഇന്ന് ചിലർ അങ്ങനെ പറയുന്നില്ലേ? എന്നാൽ ദൈവം അവരോട് വിശദീകരിക്കുന്നത് താൻ തികച്ചും നീതിയാണ് പ്രവർത്തിക്കുന്നത് എന്നത്രേ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ താൻ ചെയ്യുന്നതെല്ലാം ദൈവം നീതിമാനാകുന്നു എന്ന് തെളിയിക്കുന്നതാണ്. എന്നാൽ നാം ചിന്തിക്കുന്നതാണ് തെറ്റിപ്പോകുന്നത്. എൻ്റെയും നിങ്ങളുടെയും അഭിപ്രായങ്ങളല്ല ദൈവം പറയുന്നതാണ് പ്രധാനം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നതും ഇത് തന്നെയാണ്. ഇതൊക്കെ കൊണ്ടും അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അവർ ആ വഴിക്കല്ല തിരിഞ്ഞത്. നേരെ മറിച്ച് ഫറവോൻ്റെ കാലത്ത് ബാധകൾ മൂലം അവരുടെ ഉള്ള അവസ്ഥ വെളിവായതുപോലെ മാത്രമായിരുന്നു ഇവരും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലേതുപോലെ ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ വേദഭാഗങ്ങൾ ഉദ്ധരിച്ചത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ കോപിഷ്ഠനായ ഒരു ദൈവം, പുതിയ നിയമത്തിൽ സ്നേഹവാനായ ഒരു ദൈവം, അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ന്യായമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നീതി മാത്രം ചെയ്യുന്ന ഒരു ദൈവം, അവിടുന്ന് സ്നേഹവാനാണ്, ഒരു തർക്കവുമില്ല. അവിടുന്ന് നമ്മുടെ പിതാവാണ്. എന്നാൽ അവിടുത്തെ ഹിതത്തിൽ നിന്നും വ്യതിചലിച്ചു പോയാൽ നിയമത്തിനെതിരായി പോകുന്നത് പോലെയാണ്. മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ മുകളിലേക്ക് പറക്കണമെന്ന് ചിന്തിക്കുന്നത് തികച്ചും അസാധ്യവും ബുദ്ധിമോശവുമാണല്ലേ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളെ നാം ദൈവഹിതത്തിൽ ഉപയോഗിക്കാതിരുന്നിട്ട് നന്മ വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുമോ അതിനകത്ത് ന്യായം എന്താണെന്ന്? ന്യായവിധിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് സ്നേഹത്തിൻ്റെ ദൈവം തന്നെയാണ്. കാരണം നിയമത്തിൽ സ്നേഹമുണ്ട്, അതുപോലെ സ്നേഹത്തിൽ നിയമവുമുണ്ട്. ന്യായവിധി ഭയങ്കരമാണ്. അവൻ ഭൂമിയിലേക്ക് വീണ്ടും വരുന്നത് ന്യായവിധിക്കായിട്ടാണ്. ഇനി നാം കാണുന്നത് ക്രോധത്തിൽ രക്ഷകൻ കരുണയെ ഓർക്കുന്നതിനെക്കുറിച്ചാണ്. 7-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. യഹോവ നമുക്ക് നൽകിയതുപോലെ ഒക്കെയും ഞാൻ യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവൻ്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗൃഹത്തിന് കാണിച്ച വലിയ നന്മയെയും കീർത്തിക്കും. ഇവിടം തൊട്ട് ഉള്ളടക്കത്തിലും ആ ഉദ്ദേശത്തിലും വളരെ മാറ്റം വരുന്നതായി നാം കാണുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുന്നത് പോലെയാണിത്. അതുപോലെ തന്നെ നാം ഇവിടെ കാണുന്നത് ഈ കൂരിരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെ, കറുപ്പിൽ നിന്നും വെളുപ്പിലേക്ക് വരുന്നത് പോലെ, വിശുദ്ധിയിൽ ഭയങ്കരനും ആരാധനയ്ക്ക് യോഗ്യനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമായ മഹത്വപൂർണനായ നമ്മുടെ ദൈവം, അവൻ്റെ അഭേദ്യ ഗുണവിശേഷങ്ങളിൽ ഒന്നു മാത്രമാണിത്. അവൻ നല്ലവനാണ്, അവിടുന്ന് ആർദ്രതയുള്ളവനാണ്, അവിടുന്ന് കരുണയുള്ള ദൈവമാണ്. അവൻ്റെ ഈ ഗുണവിശേഷങ്ങൾ നാം അനുഭവിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നാം ജീവിച്ചിരിക്കുകയില്ലായിരുന്നു. അവങ്കിലേക്ക് തിരിയുന്നതിനായി മനുഷ്യർക്ക് അവൻ നാളുകളെ നീട്ടിക്കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. 8-ാം വാക്യം നോക്കിക്കാട്ടെ. അവർ എൻ്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. എൻ്റെ ജനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഇസ്രായേല്യരെയും മഹാപീഡനകാലത്ത് അവങ്കിലേക്ക് തിരിയുന്ന ജാതികളിൽ നിന്നുള്ള മഹാപുരുഷാരത്തെയും ഉദ്ദേശിച്ചാണ്. നിശ്ചയമായും ഈ സമയത്ത് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവൾ അവൻ്റെ സാന്നിധ്യത്തിലായിരിക്കുകയാണ്. കാപട്യം കാണിക്കാത്ത മക്കൾ, അവരെക്കുറിച്ച് അവൻ വലിയ പ്രതീക്ഷയുള്ളതായി ഇത് വ്യക്തമാക്കും. എന്നാൽ അവർ അവനെ നിരാശപ്പെടുത്തി. നിശ്ചയമായും ഞാനും നിങ്ങളും അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ പ്രത്യേകമായി പറയുന്നു, അന്യോന്യം ഭോഷ്ക് പറയരുത്. അടുത്ത വാക്യം എത്ര മനോഹരമാണെന്ന് നോക്കൂ. 9-ാം വാക്യം. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവൻ്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു, തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട്
നടന്നു. സമ്മുഖ ദൂതൻ മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തുവാകുന്നു ഇതെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അവൻ്റെ സ്നേഹത്തിലും കരുണയിലും അവരെ വീണ്ടെടുത്ത് വഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. തൻ്റെ ജനത്തിൻ്റെ കഷ്ടതകളിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. അവൻ്റെ എല്ലാ കഷ്ടതകളിലും അവൻ പങ്കാളിയോ? ഈ ചോദ്യത്തിന് പരസ്പര വിരുദ്ധമായ ഉത്തരം നൽകുന്നവരുണ്ട്. മരുഭൂമിയിൽ അവൻ അവരോടുകൂടെ ഇരുന്നവരെ നടത്തിയപ്പോൾ അവർ നേരിട്ട കഷ്ടങ്ങളിൽ അവൻ പങ്കാളിയായില്ല. ഉദാഹരണത്തിന്, അവർ സർപ്പങ്ങളുടെ കടിയേറ്റപ്പോൾ അവൻ കടിയേറ്റില്ല. അവർ നേരിട്ട കഷ്ടങ്ങൾ അവനെ ബാധിച്ചില്ല. ഒരു അമ്മയെപ്പോലെ അഥവാ ഒരു അപ്പനെപ്പോലെ അവൻ അവർക്കായി കാത്തുനിന്നു. അവരെ കൂടാതെ അവൻ മുൻപോട്ട് പോയില്ല. മേഘത്തൂണും അഗ്നിസ്തംഭവും അതാണ് സൂചിപ്പിക്കുന്നത്. മരുഭൂമിയിലെ 40 വർഷങ്ങളിലും അവൻ അവരോട് ഒരു അമ്മയെപ്പോലെ ക്ഷമയോടും അലിവോടും കൂടിയിരുന്നു. അതേ സുഹൃത്തെ, ഞാനും നിങ്ങളും വീണുപോകുമ്പോൾ, പ്രശ്നങ്ങളിൽ നാം ആയിത്തീരുമ്പോൾ അവിടുന്ന് നമുക്കായി ശ്രദ്ധയോടെ കാത്തു നിൽക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ നടത്തുന്നത് അപ്രകാരമാണ്. ഇനി 10-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. നാം അവനെ ദുഃഖിപ്പിക്കുന്നവരെങ്കിലും അവിടുന്ന് നമ്മോട് ദീർഘക്ഷമയുള്ളവനാകയാൽ നമുക്കവനെ സ്തുതിക്കാൻ സാധിക്കും. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ അവൻ്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് പറഞ്ഞത്, അവരെ തൻ്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? ഈ വാക്യം ഇസ്രായേലിനെ നേരിട്ട് പരാമർശിക്കുന്നതാണെന്നത്രേ ഞാൻ കരുതുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇത് മുഴുവൻ മനുഷ്യവർഗത്തിൻ്റെ ചിത്രം കൂടിയാണ്. പരിശുദ്ധാത്മാവ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വിശ്വാസികളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്ന തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവാം ദൈവം തന്നെയാണെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും ഇത് നിശ്ചയമായും അങ്ങനെ ഒരു പരാമർശമാണെന്ന് ഞാൻ കരുതുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാകുന്നു എന്ന് നോക്കുക. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. 12 മുതൽ 15 വരെ, തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി തനിക്ക് ഒരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിലൊരു കുതിരയെപ്പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെപ്പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ച് മാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ള ഒരു നാമം ഉണ്ടാക്കേണ്ടതിന് നിൻ്റെ ജനത്തെ നടത്തി. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വവുമുള്ള നിൻ്റെ വാസസ്ഥലത്ത് നിന്ന് കടാക്ഷിക്കണമേ. നിൻ്റെ തീഷ്ണതയും വീര്യപ്രവൃത്തികളും എവിടെ? നിൻ്റെ മനസ്സലിവും കരുണയും എന്നോട് കാണിക്കാതെ വണ്ണം നീ അടക്കി വച്ചിരിക്കുന്നു. ദൈവം ഒരിക്കൽ കൂടി മിസ്രൈമിൽ നിന്നുള്ള വിടുതലിനെക്കുറിച്ച് അവരോട് പറഞ്ഞ് അവരെ അത് ഓർപ്പിക്കുകയാണ്. എങ്ങനെ താൻ അവരെ നയിച്ചു എന്ന് ദൈവം വ്യക്തമാക്കുകയാണ്. ഇനിയും പ്രവാചകനും ജനങ്ങളും അവരുടെ വലിയ ആവശ്യം, അതായത് അവരുടെ ആഗ്രഹം നിവർത്തിക്കുന്നതിനായി ദൈവത്തോട് യാചിക്കുന്നതാണ് നാം കാണുന്നത്. 16-ാം വാക്യം ഒന്ന് വായിക്കാം. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിൻ്റെ നാമം. ദൈവം ഇസ്രായേൽ ജാതിയുടെ പിതാവായിരുന്നു. എന്നാൽ വ്യക്തിപരമായി താനൊരു ഇസ്രായേലിൻ്റെ പിതാവാണെന്ന് പറയുന്നതായി നാം കാണുന്നില്ല. അങ്ങനൊരു ചിന്ത പഴയ നിയമത്തിലില്ല. ദൈവം പിതാവെന്നുള്ളത് അവരെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ വ്യക്തിപരമായി പറയാവുന്ന ഒരു പേരായിരുന്നില്ല, ഒരു പദമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നോക്കുക, അതൊരു ദൈവ പൈതലിന് വ്യക്തിപരമായി പറയാവുന്ന ഒരു പേരാകുന്നു, പദമാകുന്നു. അബ്രഹാം ഇസ്രായേലിൻ്റെ പിതാവായിരിക്കെ വ്യക്തിപരമായി ഓരോ യഹൂദൻ്റെയും പിതാവായിരുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം ആ ജാതിയുടെ പിതാവായിരുന്നു. 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവേ നീ ഞങ്ങളെ നിൻ്റെ വഴി വിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നെ ഭയപ്പെടാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത്?
നിൻ്റെ അവകാശ ഗോത്രങ്ങളായ നിൻ്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരേണമേ. ഇപ്പോൾ അവർ സമ്പൂർണ്ണമായി ദൈവത്തിന് മുന്നിൽ സമർപ്പണം ചെയ്യുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിനും ആവശ്യമായിരിക്കുന്നത് ഇതത്രേ, സമ്പൂർണ്ണമായ ഒരു സമർപ്പണം. അതെ, ദൈവത്തിങ്കിലേക്കുള്ള ഒരു മടങ്ങി വരവ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പാരമ്പര്യത്തിൻ്റെ ചട്ടക്കൂടുകൾക്കും അപ്പുറമായുള്ള ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്കും, സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പാരമ്പര്യത്തിൻ്റെ ചട്ടക്കൂടുകൾക്കും അപ്പുറമായുള്ള ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്കും നടത്തിപ്പിലേക്കുമുള്ള ഒരു മടങ്ങി വരവ്. നമ്മിൽ പലരും ദൈവത്തിന് സമ്പൂർണ്ണമായി വിധേയപ്പെടുവാൻ മടിക്കുന്നവരാണ്, അല്ലേ? കാരണം അവിടുത്തെ കരുതലിനെ നാം സംശയിക്കുന്നു, സാഹചര്യങ്ങളെ നാം ഭയപ്പെടുന്നു, അവിടുത്തെ വഴികൾ കഠിനമെന്ന് നാം ഭാരപ്പെടുന്നു. എന്നാൽ ഓർക്കുക, അവിടുന്ന് നിങ്ങൾക്ക് മതിയായവൻ എന്ന് വെളിപ്പെടുത്തുവാൻ ഒരവസരം നിങ്ങൾക്ക് തരികയത്രേ ദൈവം ചെയ്യുന്നത്. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് ഈ ജനത്തോടത് സംസാരിക്കുന്നത്. താൻ അവരെ കരുതുന്ന ദൈവമാണ്. ജീവിതത്തിലെ ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ദൈവത്തെ സംശയിക്കുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ, ഈ ഉറപ്പ് ഞാൻ വീണ്ടും ദൈവവചനാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തരട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ കരുതുന്ന ദൈവമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ജനം ഈ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല എങ്കിലും തൻ്റെ ജനത്തിൻ്റെ പാപത്തെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു എന്ന് വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാകുന്നു എബ്രായ ലേഖനകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, നാം ദൈവത്തെ ഭയപ്പെടേണ്ടതാകുന്നു.